ഹായ് ഓൾ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ, ഞങ്ങൾ വയനാട്ടിലേക്ക് പോകുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പാൽച്ചുരം ബോയ്സ് ടൗൺ റോഡിലെ ആ കോടമഞ്ഞിൻ്റെയൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കാണണം കേട്ടോ. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വയനാട്ടിലേക്ക് പോവുകയാണെന്ന്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിലും വയനാടെന്ന് കേൾക്കുമ്പം ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫീലാണ്. തൊട്ടടുത്ത് കിടക്കുന്ന ജില്ലയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വയനാടെന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രകൃതി രമണീയമായ നല്ല മനോഹരമായ സ്ഥലങ്ങൾ. അപ്പോൾ മഴയാണെങ്കിലും മഞ്ഞാണെങ്കിലും വെയിലാണെങ്കിലും തണുപ്പാണെങ്കിലും അതിലൂടെയുള്ള യാത്രയുണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. നിറയെ മരങ്ങളും തേയില ചെടികളും കാപ്പിത്തോട്ടങ്ങളും ഒക്കെ അതിൻ്റെ ഇടയ്ക്കൂടെ ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അത് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വയനാട്ടിലേക്ക് പോണതല്ലേ, അതുകൊണ്ട് അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങളൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ബുക്ക് ചെയ്തത് ലക്കിടിയിലുള്ള സനിഹാര റിസോർട്ടാണ്. ഇവിടെ ബുക്ക് ചെയ്യാനായിട്ട് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങൾ മുമ്പ് ഒരിക്കൽ വയനാട്ടിൽ പോയപ്പം ഇവിടെ സ്റ്റേ ചെയ്തതായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അതാണ് ഒരു കാരണം. പിന്നെ മറ്റൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് വളരെ കുറവായിരുന്നു കേട്ടോ. 4000 പെർ ഡേ ആയിരുന്നു ഞങ്ങൾ ഇപ്രാവശ്യം ചെന്നപ്പോൾ ഉണ്ടായിരുന്ന റേറ്റ്. നമ്മൾ വേറെ റിസോർട്ടുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ആവറേജ് റേറ്റ് എന്നൊക്കെ പറയുമ്പം, അതായത് എല്ലാ ഫെസിലിറ്റീസും കൂടിയുള്ള ഒരു ആവറേജ് റേറ്റ് എന്ന് പറയുമ്പം ഒരു 10,000 ഒക്കെ ആവുമല്ലോ. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെത്തിയ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഞങ്ങൾ ചെക്ക് ഇൻ ഒക്കെ ചെയ്ത് റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ റൂം ബാക്കി റിസോർട്ടുകളൊക്കെ വെച്ച് നോക്കുമ്പം നല്ല അത്യാവശ്യം കുറച്ച് റേറ്റ് ഒക്കെ കൊടുത്ത് പോകുന്ന റിസോർട്ടുകളൊക്കെ വെച്ച് നോക്കുമ്പം ഒരുപാട് അങ്ങ് സ്പേഷ്യസ് ആയിട്ടുള്ള റൂമൊന്നുമല്ല. പക്ഷേ ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതായത് ഞങ്ങൾക്ക് 4 പേർക്ക് ഒരു ദിവസത്തിന് സ്റ്റേ ചെയ്യാൻ ഇത് ധാരാളം മതിയായിരുന്നു കേട്ടോ. ഒരു ദിവസത്തിന് സ്റ്റേ ചെയ്യാനല്ലേ, അപ്പം ആവശ്യത്തിന് സൗകര്യങ്ങളോടുകൂടി, പിന്നെ ഒരുപാട് അങ്ങ് സ്പേഷ്യസ് അല്ലാന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് അവിടുത്തെ റെസ്റ്റോറൻറ്റ്. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തല്ല, അപ്പുറത്തെ ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് കാണുന്നതായി ഈ കുഞ്ഞു കുഞ്ഞ് കുന്നുകൾ കാണാം. ഇവിടെ ഇങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുന്നത്. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെയായിരുന്നു ഇരുന്നത്. അപ്പോൾ ഈ മലകളിൽ മഞ്ഞ് കിടക്കുന്നതും അതുപോലെ മഞ്ഞ് നീങ്ങി പോകുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇവിടെ നല്ല രസമായിരുന്നു. പക്ഷേ രാവിലെ സമയത്ത് എനിക്കങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് രാത്രിക്ക് ഡിന്നറിൻ്റെ സമയത്തൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഇതാണെങ്കിലും വൈകുന്നേര സമയത്തെ വീഡിയോ ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം കണ്ടില്ലേ, വണ്ടികളൊക്കെ ഇഷ്ടം പോലെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ അന്ന് റിസോർട്ട് ഫുള്ളായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്ന സമയത്ത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും വണ്ടികളൊക്കെ നല്ല പാർക്ക് ചെയ്യാനൊക്കെ ഒത്തിരി സൗകര്യം ഉണ്ടായിരുന്നേ. പിന്നെ മഴയായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു. ഈ കാണുന്ന ഏരിയകളൊക്കെ കണ്ടോ, ഇതൊക്കെ ജോഗിങ്ങിനൊക്കെയുള്ള സൗകര്യങ്ങളാണ്. നല്ല ക്ലീനാണ്. പിന്നെ നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പുല്ലും ചെടികളും മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് അതിനുള്ളിൽ കൂടെ നടക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുടയൊക്കെ ചൂടി ഇതിൻ്റെ ഇടയ്ക്കോടെയൊക്കെ നടന്ന് നല്ല രസമായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ നടക്കാനായിട്ട്. പിന്നെ മുതിർന്നവർക്കായിട്ടുള്ള പ്ലേ ഏരിയയും പിന്നെ കുട്ടികൾക്കുള്ള പാർക്ക്, സ്വിമ്മിംഗ് പൂള് ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ജയ്ക്കൂട്ടനാണെങ്കിൽ ഈ പാർക്കിലൊക്കെ ഒന്ന് കയറണം എന്നുണ്ടായിരുന്നു, സ്വിമ്മിംഗ് പൂളിലൊക്കെ കയറണം എന്നുണ്ടായിരുന്നു. പക്ഷേ മഴയും ഒക്കെ ആയതുകൊണ്ട് നനഞ്ഞു കിടക്കുകയാണ്, എല്ലാം തണുപ്പാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ കയറിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കയറി നോക്കിയിട്ട് പിന്നെ നനഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തിരിച്ചിറങ്ങി പോരുക ചെയ്തത്. പിന്നെ സ്വിമ്മിംഗ് പൂളിലാണെങ്കിലും അവൻ പോയിരുന്ന കാലൊക്കെ മുക്കിയിട്ട് പിന്നെ തണുപ്പാണെന്നും പറഞ്ഞ് തിരിച്ചു പോരുക ചെയ്തത്. പക്ഷേ എന്നാലും മഴയാണെങ്കിലും ഈ മഴയൊക്കെ ആസ്വദിച്ചുകൊണ്ട് തന്നെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുണ്ടായിരുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തില്ല. അവരൊക്കെ മാറി കഴിഞ്ഞ സമയത്താണ് ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ കൂടെ ആണെങ്കിൽ നടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നടന്നു പോകുമ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ പുറകിലായിട്ട് ഒരു കൊച്ചു തോട് ഒഴുകുന്നുണ്ട്. അതാണ് ഈ കാണുന്നത്. ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് കെട്ടി ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നല്ല സൗകര്യങ്ങളോട് കൂടിയ ഒരു റിസോർട്ട്, ഇത്രയും സ്പേഷ്യസ് ആയിട്ട് പുറത്തൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ കണ്ടില്ല, എന്തുമാത്രം സ്പേഷ്യസ് ആയിട്ടുള്ള എന്തുമാത്രം സൗകര്യങ്ങളൊക്കെയാണെന്ന്. അപ്പം ഇത്രയും സൗകര്യങ്ങളോട് കൂടിയ ഒരു റിസോർട്ട് ഈ ഒരു പൈസയ്ക്ക് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയല്ലേ. അപ്പോൾ വയനാട്ടിലേക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നവർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു റിസോർട്ട് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം അവിടുന്ന് ചെക്കൗട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനു മുമ്പേ ഒന്ന് താമരശ്ശേരി ചുരം ഇറങ്ങിയിട്ട് വന്നാലോ എന്നൊരു
പ്ലാൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ താമരശ്ശേരി ചുരം ഇറങ്ങാൻ പോവുകയാണ്. ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മൊത്തം മഞ്ഞ് മൂടി കിടക്കുന്നത് കണ്ടോ. ഈ റിസോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് താമരശ്ശേരി ചുരം വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതുണ്ടല്ലോ ഏകദേശം ഒരു 8 മണി സമയത്തായിരുന്നു. ആ 8 മണി സമയത്തുള്ള ഒരു മഞ്ഞാണ് ഈ കാണുന്നത് കണ്ടോ. ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുമായിരുന്നു. പിന്നെ വേറൊരു രസം എന്നായിരുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇത് കണ്ടോ, കുരങ്ങന്മാർ ഇരിപ്പുണ്ടായിരുന്നു ഈ മതിലിൻ്റെ മേലെ കൂടി. എൻ്റെ പൊന്നി, കണ്ടു കഴിഞ്ഞപ്പോൾ സങ്കടം തോന്നി കേട്ടോ. തണുത്ത് വിറച്ച് ഇങ്ങനെ കൂഞ്ഞി കൂടി ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ പാവം തോന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമുക്ക് ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. എന്തുമാത്രം ആൾക്കാരാണ് നിൽക്കണേന്ന് കണ്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളോർത്ത് സാധാരണ ഇതുപോലെ ഈ മഴ പെയ്യുന്ന സമയത്തൊന്നും അങ്ങനെ ആരും തന്നെ വരികയല്ലായിരിക്കും, പ്രത്യേകിച്ച് വയനാട്ടിലേക്കൊക്കെ. കഴിഞ്ഞ വർഷത്തെ ഉരുൾപൊട്ടലൊക്കെ ഓർത്ത് പേടിച്ചിട്ട് തന്നെ പലരും വയനാട്ടിലേക്ക് പോകാൻ ഈ ഒരു മഴക്കാലത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് മടിക്കുന്നവരുണ്ട്. അങ്ങനെ ഒത്തിരി പേര് പറഞ്ഞ് കേട്ടിട്ടുമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളാണെങ്കിലും അങ്ങനെ ഈ മഴക്കാലത്ത് അങ്ങനെ പോകേണ്ടതല്ല. ഞാൻ പറഞ്ഞില്ല ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് പോകണതാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ വയനാട്ടിലേക്ക് പോകുന്നത് കൊണ്ട് മാത്രമേ ഇങ്ങനെയൊന്ന് കറങ്ങിയെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കറങ്ങിയേക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ടൂറിസ്റ്റുകളുടെ ബഹളമാണ്. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും പല ഭാഷകളിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. റിസോർട്ടിലാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും ഉണ്ടല്ലോ. അപ്പോൾ ഇത് ശരിക്കും ഒരു നല്ല അനുഭവമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ഇങ്ങനെ കോടയ്ക്കകത്തോടെ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോക്കേ അതങ്ങനെ വലിയ ശീലമില്ലാത്തത്. അന്നേരം ഇപ്പം ഇതിനുള്ളിൽ കൂടെ അങ്ങനെ ആ ഒരു പോക്കുണ്ടല്ലോ, അത് നല്ല രസമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ പാൽച്ചുരം ബോയ്സ് ടൗൺ റോഡിൽ തന്നെയും കുറച്ച് ഭാഗത്ത് കോട കെട്ടി നിൽക്കുമായിരുന്നു. ഇത് ഭയങ്കര കോടയായിരുന്നു. ഈ രാവിലെ ഒരു ഇത് കണ്ട് ഇപ്പം കാണുന്ന ആ ഒരു കുറച്ച് ഭാഗത്ത് മാത്രം അധികം കോട അങ്ങനെ ഇല്ലാതിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഫുള്ള് കോടയായിരുന്നു. നല്ല ഇരുട്ടായിരുന്നു. രാത്രിക്കൊക്കെ നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് വണ്ടി ഓടിക്കുകയല്ലേ, അതുപോലെയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചുരത്തിന് താഴെ അടിവാരത്ത് കിടക്കുന്ന കോഴിക്കോട് ജില്ല ഒട്ടും കാണാനില്ല. ഫുള്ള് മഞ്ഞ് തന്നെ, ചുമ്മാ വെള്ള കളർ മാത്രമേ കാണാനുള്ളൂ. അപ്പോൾ ഈ വണ്ടി നിർത്തിയിട്ട് ഈ റോഡിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നിന്ന് കാണാൻ പറ്റുന്ന അങ്ങനെ ആൾക്കാരൊക്കെ ഒത്തിരി പേര് അങ്ങനെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഇതൊരു നല്ല ചുരമല്ലേ, അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല റോഡും നല്ല വീതിയുള്ള റോഡും ഇതിലൂടെ വണ്ടി ഓടിക്കാനും നല്ല സുഖമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ മഞ്ഞ് മൂടി കിടക്കുന്ന കാര്യം അറിയുന്നത് തന്നെ. പിന്നെ ആണെങ്കിൽ ഈ കയറ്റമുള്ള സ്ഥലങ്ങളിലുണ്ടല്ലോ, അതായത് കുന്നിൻ്റെ സൈഡുകളിൽ കൂടെയൊക്കെ വെള്ളച്ചാട്ടമൊക്കെ ഒഴുകുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒച്ചയും അങ്ങനെ വെള്ളച്ചാട്ടം അതുവഴി ഒഴുകുന്നതൊക്കെ കാണാനും നല്ല ഭംഗിയായിരുന്നു. ഇത് കണ്ടോ, ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, ഒരു കൊച്ചു വെള്ളച്ചാട്ടം കണ്ടോ. ഇതുപോലെ പല സ്ഥലങ്ങളിലായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ പോയി ഏറ്റവും താഴെ വരെ എത്തിയില്ല കേട്ടോ. ഒരു പകുതി വഴി എത്തിയപ്പം നിർത്താമെന്ന് വിചാരിച്ചു. അവിടെ അങ്ങനെ ഒരുപാട് അങ്ങനെ ട്രാഫിക്കൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത്, അതായത് ഞങ്ങൾ നിർത്തിയ സ്ഥലത്ത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വണ്ടി തിരിച്ചിട്ട് അവിടെ കുറേ ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു താഴേക്ക് കാണാനൊക്കെ ആയിട്ട്. ഇത് കണ്ടോ, ഇവിടെയാണ് നമ്മൾ ശരിക്കും കോഴിക്കോട് ജില്ലയുടെ ആ ഒരു താഴെ ഭാഗത്തൊക്കെ എല്ലാം കാണാൻ പറ്റണേ. പക്ഷെ ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയായിരുന്നു കേട്ടോ, ചുമ്മാ വെള്ള കളറിൽ. അപ്പം അത് ഞങ്ങൾക്കൊരു ഭംഗി തോന്നി. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ലല്ലോ കാണാറുള്ളത്. അപ്പം ഇതൊരു വെറൈറ്റി ആയി ലുക്ക്. അപ്പം അതൊരു ഭയങ്കര രസമായിട്ട് ഞങ്ങൾക്ക് തോന്നി. പിന്നെ ഞങ്ങളവിടെ നിൽക്കാൻ നേരത്ത് തന്നെയും കുറേ ആൾക്കാരൊക്കെ ഓടാനൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ശരിക്കും സമ്മതിക്കണം, താഴെ നിന്ന് മേലെ വരെയൊക്കെ ഓടിപ്പോകാമെന്നൊക്കെ. മേലെ വരെ ഓടുമെന്ന് അറിയത്തില്ല എന്തായാലും. അപ്പം ഞങ്ങളങ്ങനെ അവിടുന്ന് തിരിച്ചു. മേലെ എത്തിയപ്പോഴും കുറേ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ റിസോർട്ടിലെത്തി. ഫുള്ള് മഴയായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചുരം ഇറങ്ങുന്ന സമയത്ത് അത്രയ്ക്ക് മഴയൊന്നുമില്ലാതെ മഴ പൊടിയുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലെത്തിയ സമയത്ത് മഴയൊക്കെ തൂളിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയേ. എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് ബാണാസുര സാഗർ ഡാമിലേക്കാണ് കേട്ടോ. ഞങ്ങൾ വരുന്ന വഴിക്കായിരുന്നു ബാണാസുര സാഗർ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് കയറാനുള്ള ഒരു ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ വരുന്ന വഴിക്കായതുകൊണ്ട് ഇത് കണ്ടതുകൊണ്ട് മാത്രം അങ്ങ് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ പോയിട്ടില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങൾ ബാണാസുര സാഗറിൽ പോകുന്നത്.
അപ്പം വരുന്ന വഴിക്ക് ഇവിടെ കയറി ഞാൻ ആദ്യം കാണിച്ചതുപോലെ നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ, ഇഷ്ടം പോലെ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. മഴയായതുകൊണ്ട് കുറച്ച് ചെളിയൊക്കെ ഉണ്ട് കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പം വന്ന് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഡാം കാണാനായിട്ട് പോവാണ്. ഈ സമയത്തും മഴ തൂളിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഒത്തിരി പേര് താഴെ ആ പാർക്കിംഗ് ഏരിയ കഴിഞ്ഞിട്ടുണ്ടല്ലോ കുറേ കടകളൊക്കെ ഉണ്ട്, അവിടുന്ന് ഈ റെയിൻകോട്ടൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നമ്മുടെ കയ്യിൽ കുടയുണ്ടല്ലോ, അപ്പോൾ റെയിൻകോട്ടിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ റെയിൻകോട്ട് വാങ്ങിച്ചില്ല കേട്ടോ. പക്ഷേ റെയിൻകോട്ട് വാങ്ങിക്കുകയായിരുന്നെങ്കിൽ അതായിരുന്നു കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കാറ്റത്തൊക്കെ റെയിൻകോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സൗകര്യമായിട്ട് നടക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. ഈ കുട ചൂടിക്കൊണ്ട് നടക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഞങ്ങൾ അന്നേരം റെയിൻകോട്ട് വാങ്ങിച്ചില്ല. ഇനിയിപ്പം റെയിൻകോട്ട് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് തിരിച്ചു പോകണ്ടേ. അപ്പോൾ ഇത്രയും ദൂരം നടന്നിട്ട് പിന്നെ തിരിച്ചു പോകാനുള്ള ഒരു മടി കാരണം പിന്നെ ഞങ്ങൾ അങ്ങ് നടന്നു കേട്ടോ. അപ്പോൾ ഈ കുറച്ചങ്ങ് നടന്നു പോകാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഇതാ ഈ കണ്ടോ ഇതുപോലെ വണ്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വണ്ടിക്ക് കയറി പോവാം. അത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ലായിരുന്നേ. പിന്നെ തുടക്കത്തിൽ ഒരു വണ്ടി ഇങ്ങനെ പോണത് കണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾക്കൊരു സംശയം, എന്നാൽ ചോദിച്ചാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ കുറച്ച് ദൂരമൊക്കെ കാണുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചങ്ങ് നടന്നങ്ങ് പിന്നെ കുറേ സ്റ്റെപ്പൊക്കെ കയറാനുണ്ട് കേട്ടോ. അത് കണ്ടപ്പോഴർത്ഥം നമുക്ക് വണ്ടി പറയാമായിരുന്നത്. പക്ഷേ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഈ മഴ തൂളുന്നുണ്ടായിരുന്നുള്ളൂ, പിന്നെ വെയിലൊന്നും ഇല്ല, നല്ല കാലാവസ്ഥ, നല്ല സുഖമായിരുന്നു. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണാതെ ഈ പുല്ല് കണ്ടോ, ഈ ഡാമിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ പുല്ല് പിടിപ്പിച്ചിരിക്കുന്ന നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതൊക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങ് പോയേ. അങ്ങനെ കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നത് എത്ര ദൂരം ഉണ്ടെന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. പിന്നെ ഇങ്ങനെ കുറച്ച് വയ്യാത്തവരോ അല്ലെങ്കിൽ എന്താ കുഞ്ഞു കുട്ടികളെയും കൊണ്ട് പോകുന്നവർ, പ്രായമായവർ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇനി പോവുകയാണെങ്കിൽ ഈ വണ്ടിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടേ വണ്ടിക്ക് കയറി പോയാൽ മതി. പിന്നെ ഈ റോഡിൻ്റെ മറ്റേ സൈഡിലാണെങ്കിൽ കുറേ പുല്ലുകൾ, പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കാപ്പിത്തോട്ടം അങ്ങനെ എന്തൊക്കെയോ കൃഷികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ റോഡ് കഴിഞ്ഞിട്ട് ഇതാണ്ട് ഞങ്ങൾ സ്റ്റെപ്പ് കയറാൻ വേണ്ടിയിട്ട് അങ്ങ് പോവുകയാണ്. ഇത് കണ്ട ഈ ഒരു ഇങ്ങനെയുള്ള ഈ പൊട്ട റോഡുണ്ടല്ലോ, അത് കുറച്ചേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ എന്താ ഈ കാണുന്ന സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ സ്റ്റെപ്പിൽ കൂടെ കയറി പോവാണ്. അപ്പോൾ ആണ് ഇതാ മേലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ താണ്ടേ ആൾക്കാർ മേലെ കൂടെ പറന്നു പോകുന്നുണ്ട് കേട്ടോ. സിപ്പ് ലൈനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് കണ്ടപ്പം ജയ്ക്കൂട്ടൻ വഴക്കുണ്ടാക്കി, എനിക്കും പോകണം സിപ്പ് ലൈനിൽ, എനിക്കും കയറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ അവനൊരു കുഞ്ഞു കുട്ടിയാണ്, വെയിറ്റ് ഇല്ല, അതുകൊണ്ട് കയറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് അങ്ങ് കൊണ്ടുപോകാണ് കേട്ടോ. ഇത് ഈ കാണുന്ന വെള്ള ഉടുപ്പിട്ട ഒരു അമ്മേനെ കണ്ടോ, ആ അമ്മ ദാണ്ട് ഇവിടെ ഇവിടെ തെന്നി വീണിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ വരണതിന് മുമ്പായിരുന്നു ആൾക്കാരൊക്കെ ആ അമ്മേനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കേട്ടോ. മഴക്കാലമൊക്കെ അല്ലേ, എല്ലായിടത്തും തെന്നി കിടക്കുകയല്ലേ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഇതുവഴിയൊക്കെ പോകുമ്പോഴേ പ്രായമുള്ളവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ സ്റ്റെപ്പൊക്കെ ഇത്രയും ദൂരം ഇങ്ങനെ കയറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ. സ്റ്റെപ്പ് കയറാൻ മടുപ്പുള്ളവർക്ക് അതാണ്ട് ഈ മറ്റേ സിമെൻറ്റ് ഇട്ടിരിക്കുന്ന അതിലൂടെ കയറി പോവാം. പക്ഷേ എന്നാലും പ്രായമുള്ളവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അവരൊക്കെ ആ വണ്ടിക്ക് തന്നെ വരുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ഇവിടെ ആണെങ്കിലും നടക്കാൻ നേരത്ത് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാം. ഈ ഒരു സൈഡിൽ ആ ഡാമിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള ആ പുല്ല് നട്ട് പിടിപ്പിച്ചിരിക്കുന്നുണ്ടല്ലോ, അത് നല്ല ഭംഗിയല്ലേ കാണാൻ. പിന്നെ അതുകൂടാതെ ഇപ്പുറത്തെ സൈഡിലെ മരങ്ങളും ഒക്കെ ആയിട്ടേ നല്ലതാണ് കാണാനൊക്കെ. പിന്നെ കാലാവസ്ഥയും മഴക്കാലം ആയിരുന്നുകൊണ്ട് വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്രയ്ക്കങ്ങ് മടുപ്പ് തോന്നിയില്ല. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മൾ മേലെ എത്തുമ്പോഴേക്കും ഉണ്ടല്ലോ അങ്ങ് അണച്ചു പോയേനെ. മേലേക്ക് കയറുമ്പോഴേക്കുമേ ഈ പുല്ലൊക്കെ നന്നായിട്ട് കാണാൻ കേട്ടോ. അങ്ങോട്ട് ആരും കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കമ്പിവേലി കെട്ടി വെച്ചിട്ടുണ്ട്. എന്തുമാത്രം സ്ഥലത്താന്ന് നോക്കി ഈ പുല്ല് നല്ല ഭംഗിയെ കാണാൻ. പിന്നെ ഇതിൻ്റെ മേലേക്കോടെ കണ്ടോ ആൾക്കാർ നിൽക്കുകയൊക്കെ ചെയ്യുന്നത് കാണാം. അങ്ങനെ ഞങ്ങൾ എന്തായാലും മേലെ എത്തിയിട്ടോ. മേലെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കണ്ടോ എന്ത് ജനങ്ങളാണെന്നറിയാമോ. ഈ മഴക്കാലം ആകുമ്പോൾ ഇതിനുമാത്രം ആൾക്കാർ, പല സ്റ്റേറ്റുകളിൽ നിന്നുള്ളവർ, പല ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർ, എന്തുമാത്രം ആൾക്കാരാണെന്നറിയാമോ. അപ്പോൾ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതിന് മാത്രം ആൾക്കാരൊക്കെ ഈ മഴക്കാലത്ത് നമ്മുടെ കേരളത്തിലേക്കൊക്കെ ഇതിന് മാത്രം ആൾക്കാർ വരുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അത്രയ്ക്ക് ആളുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴക്കാലം ആയതുകൊണ്ട് കണ്ടോ റെയിൻകോട്ടൊക്കെ ഇട്ടുകൊണ്ടേ പല കളറുകളിലുള്ള റെയിൻകോട്ടൊക്കെ ഇട്ടുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ ഈ ആൾക്കാർ ഇങ്ങനെ നടക്കുന്നത് കാണാനായിട്ട്. പിന്നെ മഴ നല്ലോണം ചാറിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു, ഇടയ്ക്ക് നല്ലോണം പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല മേഘം വന്ന് മൂടി കിടക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ, അപ്പം നല്ല പോലെ ഇപ്പോൾ മഴ പെയ്യുമെന്നുള്ള രീതിയിലൊക്കെയാണ് നിൽക്കുന്നത്. പിന്നെ ഈ ഡാമിൻ്റെ അപ്പുറത്ത് കാണുന്ന ഈ മലകളൊക്കെ ഉണ്ടല്ലോ, അത് ഇടയ്ക്കിടയ്ക്ക് മേഘം മഞ്ഞ് വന്ന് മൂടും. ചില സമയത്ത് ആ മഞ്ഞങ്ങ് കാറ്റത്ത് ഇങ്ങനെ പറന്നു പോകുന്ന കാണാം. അത് നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്.
അങ്ങനെ ഇടയ്ക്ക് മഞ്ഞ് വന്ന് ഇങ്ങനെ മൂടും, പിന്നെയും അത് മാറും, പിന്നെയും മൂടും, പിന്നെയും മാറും. അങ്ങനെ അതൊരു രസമായിരുന്നു കാണാനായിട്ട്. ഇത് കണ്ടോ, മേഘം കിടക്കണം കണ്ടോ, എന്ത് ഇപ്പം മഴ പെയ്യുമെന്നുള്ള രീതിയിലാണ് കിടക്കണേ. ഞങ്ങളവിടെ സൈഡിൽ കൂടെയുള്ള നടന്നു പോകാനുള്ള ഫുട്പാത്തിൽ കൂടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പുല്ലൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് മരങ്ങളും ചെടികളും ഒക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. മുളയും ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. അപ്പം വേനൽക്കാലത്ത് വരുന്നവരൊക്കെ ആണെങ്കിലുണ്ടല്ലോ, ഞാൻ മുമ്പേ തന്നെ ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒന്നുകിൽ രാവിലെ വരിക അല്ലെങ്കിൽ വൈകിട്ട് വരിക. അപ്പം വലിയ വെയിൽ കാണുകയില്ല, അല്ലെങ്കിൽ നല്ല പൊരിഞ്ഞ വെയിലായിരിക്കുമേ. അപ്പോൾ ഇതുവഴിയൊക്കെ നടക്കാനൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് പാർക്കുണ്ട് കേട്ടോ, കുട്ടികൾക്കായിട്ടും മുതിർന്നവർക്കായിട്ടുമുള്ള വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ മരങ്ങളെ കൂടെയൊക്കെ വെച്ചിരിക്കുന്ന മുതിർന്നവർക്കായിട്ടുള്ള ഊഞ്ഞാൽ, അതുപോലെ കുട്ടികൾക്ക് അത്യാവശ്യം കളിക്കാനൊക്കെയുള്ള പാർക്കൊക്കെ ഉണ്ട്. അത് ഈ മരങ്ങളുടെ ഇടയ്ക്കാണ് കേട്ടോ. അപ്പം ഞങ്ങൾ മക്കളെയും കൊണ്ട് ഒന്ന് പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ അങ്ങനെ എടുത്തില്ല. പിന്നെ കുറേ പേരൊക്കെ ആ മരങ്ങളുടെ ഇടയ്ക്കൂടെയൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മഴ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല. ഇത് ഈ കാണുന്നത് ബോട്ടിങ്ങിനുള്ള സ്ഥലമാണ് കേട്ടോ, ബോട്ടിൽ കയറാനുള്ള സ്ഥലം. ഞങ്ങൾ ബോട്ടിൽ കയറിയില്ല. ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ താഴേന്ന് എൻട്രൻസിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള ടിക്കറ്റ് എടുക്കുമല്ലോ, ആ സമയത്ത് തന്നെ ബോട്ടിൽ കയറാനുള്ള ടിക്കറ്റ് എടുക്കാം. അതല്ലെങ്കിൽ ഇവിടെ വന്നിട്ടാണെങ്കിലും ടിക്കറ്റ് എടുക്കാം കേട്ടോ. പക്ഷേ ഞങ്ങൾ ഇത്രയും ഭയങ്കര മഴയും പിന്നെ ഇത്രയും നല്ല വെള്ളമുള്ള സമയമാണ്. അപ്പം അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എന്തായാലും കയറുന്നില്ല എന്ന് വിചാരിച്ച്. ജയ്ക്കുട്ടനാണെന്നുണ്ടെങ്കിൽ ഈ ബോട്ടിൽ കണ്ടു കഴിഞ്ഞപ്പോഴേ, ബോട്ടുകളൊക്കെ പോകുന്ന കണ്ടു കഴിഞ്ഞപ്പം അവന് കയറണമെന്ന് ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. നമുക്ക് കയറാമെന്നൊക്കെ പറഞ്ഞ്. അപ്പം അവൻ്റെ ഈ ഒരു വാശി കാരണമാണ് പിന്നെ ഞങ്ങൾ അവനെ പാർക്കിൽ കൊണ്ടുപോയി. അപ്പം പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അപ്പം ബോട്ടിൽ കയറണ്ട, ഭയങ്കര മഴയും കാറ്റും ഒക്കെ ഉണ്ട്, വെള്ളമൊക്കെ ഭയങ്കരമാണ്, അപ്പോൾ അതിൽ കയറണ്ട, അതുകൊണ്ട് നമ്മൾ പാർക്കിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് പാർക്കിൽ കൊണ്ടുപോയി അവനെ ആശ്വസിപ്പിച്ചു. പിന്നെ ഇതാ ഈ ഡാമിൻ്റെ ഇതുവഴി ഉണ്ടല്ലോ, നമുക്ക് നടന്ന് ഫോട്ടോയൊക്കെ എടുത്ത് നല്ല രസമാണ് ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇതുവഴി നടക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് ദാ അടുത്ത സൈഡിലെത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഈ ടാറിട്ട റോഡാണ്. അപ്പം ഇതുവഴി അതായത് നമ്മൾ ആദ്യമേ സ്റ്റെപ്പ് കയറി വന്ന സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, നിന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ സൈഡിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ജയക്കൂട്ടിന് അങ്ങ് ഭയങ്കര സന്തോഷമായിട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികളൊന്നും ഇല്ലാതെ നല്ല നിരന്ന് കിടക്കുന്ന റോഡ്. അപ്പോൾ ഇതുവഴി ഞാൻ ഓടിക്കളിക്കാമെന്ന് പറഞ്ഞാൽ അവനങ്ങ് ഓടി കളിക്കുകയാണ് കേട്ടോ. കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. ഈ മഴയുണ്ടല്ലോ, കാറ്റ് കാരണം ചെരിഞ്ഞാണ് പെയ്യുന്നത്. അപ്പം നമ്മൾ കുട ചൂടിക്കഴിഞ്ഞാലും നനയുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് അന്നേരപ്പോഴാണ് ഞങ്ങൾ ഓർത്തത്, അയ്യോ റെയിൻ കോട്ട് വാങ്ങിക്കേണ്ടതായിരുന്നു, റെയിൻ കോട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നനയുകയില്ലായിരുന്നല്ലോ, കുട ചൂടി കൈ കഴിക്കുകയും ചെയ്യണ്ടായിരുന്നല്ലോ എന്നോർത്തേ. അപ്പോൾ ഇനി ഈ മഴക്കാലത്ത് ഇങ്ങോട്ട് വരുന്നവരൊക്കെ ഒരു റെയിൻ കോട്ടൊക്കെ ആയിട്ട് വരുന്നത് തന്നെയായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ഞങ്ങൾക്കിത് കാണാൻ നല്ല രസമായിരുന്നു. പല ആൾക്കാരും പല കളറുകളിലുള്ള റെയിൻ കോട്ടൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഈ കാണുന്ന ഷീറ്റ് കണ്ടോ മുമ്പിൽ, ഞങ്ങളോർത്തു അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവൻ ഷീറ്റായിരിക്കും, അതിൻ്റെ ഇടയിൽ ചെന്ന് കഴിഞ്ഞാൽ നനയത്തില്ലാതിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അപ്പം അവിടെ സോളാറിൻ്റെ ഇത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കോടെ വിടവുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെ വെള്ളം വീഴുന്നുണ്ടായിരുന്നേ. അപ്പം അവിടെ ഞങ്ങൾക്ക് കുട ചൂടി തന്നെ നടക്കേണ്ടി വന്നു. ഇതും കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അണ കെട്ടി വെച്ചിരിക്കുന്നത് കാണുക. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. ഇത്രയും ദൂരം നടന്നിട്ട് പിന്നെ മഴയും കൂടെയല്ലേ, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുക ചെയ്ത്. അപ്പോൾ തിരിച്ചു പോരുന്ന സമയത്ത് ഞങ്ങൾ വണ്ടി ബുക്ക് ചെയ്ത് വണ്ടിക്കാണ് താഴേക്ക് വന്നത്, നല്ല മഴയും കൂടെ ആയതുകൊണ്ട്. അപ്പോൾ താഴെ വന്ന് വണ്ടി ഇറങ്ങിയ സമയത്ത് അവിടെ ഒരു കൊച്ചു പാർക്കുണ്ടായിരുന്നേ. അപ്പം ജയ്ക്കൊണ്ണിന് അവിടെ കയറണമെന്നും പറഞ്ഞുകൊണ്ട് അവിടെയും കയറ്റിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോയത് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് വണ്ടി എടുത്ത് പോണ സമയത്ത് ഈ അണക്കെട്ടിൻ്റെ മുമ്പിൽ കൂടെയാണ് ആ റോഡ് പോകുന്നത്. ആ റോഡിൽ കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ആ പോണ വഴിക്കുണ്ടല്ലോ, ഈ ഡാമിൻ്റെ ഒരു ഷട്ടർ തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഷട്ടർ തുറന്ന് വെള്ളം പോകുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റി. പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ആ റോഡിൻ്റെ സൈഡിൽ ആൾക്കാർ നിന്ന് ഈ ഷട്ടർ തുറന്ന് വെള്ളം പോണതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴോ വാർത്ത കണ്ട സമയത്താണ് മനസ്സിലായത്, ഈ ബാണാസുര സാഗറിൽ വെള്ളം കൂടിയത് കാരണം ഒരു ഷട്ടർ തുറന്നു എന്നുള്ളത്. അന്ന് അവിടെ ആയിരുന്ന സമയത്ത് ഞങ്ങളതൊന്നും അറിഞ്ഞില്ല. എന്തായാലും നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു.
അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഈ ഒരു ദിവസത്തെ വയനാട് യാത്ര എന്ന് പറയുന്നത്. കൂടുതലൊന്നും കാണാനുള്ള സമയമൊന്നുമില്ലായിരുന്നു. മഴ നല്ല പോലെ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് വീട് വരെ കണ്ണൂർ ജില്ലയിലാണ് വീട്. അന്നേരം ഇവിടം വരെ തിരിച്ച് വരേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ ഇങ്ങ് പോരുകയാണ് ചെയ്തത്. എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുമല്ലോ. ഉടനെ തന്നെ അടുത്ത വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും. ബൈ ബൈ.